സുവിശേഷ നിമിത്തം റുമേനിയയിലെ ജയിലിൽ കിടന്ന് പിന്നീട് ജയിൽ മോചിതനായി ലോകമെമ്പാടും സുവിശേഷവുമായി കടന്നു ചെന്ന റിച്ചാർഡ് വുംബ്രാൻഡ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 4 നൂറ്റാണ്ട്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിച്ചാർഡ് വുംബ്രാൻഡ് പലതവണ ഇന്ത്യയിലും കേരളത്തിലും സുവിശേഷവുമായി കടന്നു വന്നിട്ടുള്ള മഹാനായ ഒരു ക്രൈസ്തവ മിഷണറിയാണ്. 2001 ഫെബ്രുവരി 17 റിച്ചാർഡ് വുംബ്രാൻഡ് ഈ ലോകം വിട്ടുപോയി. വിശ്വസ്തതയും വിശ്വാസവും നിറഞ്ഞതായിരുന്നു റിച്ചാർഡ് വുംബ്രാൻഡിൻ്റെ ജീവിതം. പീഡനങ്ങൾ സഹിക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ശേഷം റിച്ചാർഡ് വുംബ്രാൻഡും ഭാര്യ സബീനയും ദി വോയിസ് ഓഫ് മാർട്ടിയേഴ്സ് എന്ന സംഘടന സ്ഥാപിച്ചു. 1909 മാർച്ച് 24 ജനിച്ച വുംബ്രാൻഡ് നിക്കോളായി ഇയേനെസ്കു എന്നും അറിയപ്പെടുന്നു. ഒരു റൊമേനിയൻ ഇവാഞ്ചലിക്കൽ ലുതറൻ പുരോഹിതനും ജൂതവംശജനുമായ പ്രൊഫസറായിരുന്നു അദ്ദേഹം. 1948 ക്രൈസ്തവ വിശ്വാസിയായി മാറി. കമ്മ്യൂണിസവും ക്രിസ്തുമതവും ഒരിക്കലും പൊരുത്തപ്പെടുകയില്ലെന്ന് അദ്ദേഹം പരസ്യമായി നിലപാടെടുത്തു. 2ാം ലോകമഹായുദ്ധ സമയത്ത് ബോംബ് ഷെൽട്ടറുകളിൽ പ്രസംഗിക്കുകയും ജൂതന്മാരെ രക്ഷിക്കുകയും ചെയ്ത വുംബ്രാൻഡിനെ റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 14 വർഷം കഠിന തടവിന് വിധിച്ചു. 14 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം നോർവേയിലും ഇംഗ്ലണ്ടിലും പ്രവർത്തിച്ച അദ്ദേഹവും ജയിലിലടയ്ക്കപ്പെട്ട ഭാര്യ സബീനയും പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി. വിശ്വാസങ്ങളുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കുന്നതിനായി അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം നീക്കിവെച്ചു. 18ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള റിച്ചാർഡ് വുംബ്രാൻഡ് അവയിൽ ഏറ്റവും വ്യാപകമായി അറിയപ്പെടുന്നത് ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന പുസ്തകവും ആൻസർ ടു മോസ്കോ എന്നിവയുമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വകഭേദങ്ങൾ 38ലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. വുംബ്രാൻഡിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ബുക്കാറസ്റ്റിൽ നിന്നാണ്. 4 ആൺകുട്ടികളിൽ ഇളയവനായ വുംബ്രാൻഡ് 1909 ഒരു ജൂത കുടുംബത്തിൽ ജനിച്ചു. കുറച്ചുകാലം ഇസ്താംബൂളിൽ കുടുംബത്തോടൊപ്പം താമസിച്ചു. അദ്ദേഹത്തിന് 9 വയസ്സുള്ളപ്പോൾ തൻ്റെ പിതാവ് മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ വുംബ്രാൻഡ് റുമേനിയയിലേക്ക് മടങ്ങി. പിന്നീട് മാർക്സിസം പഠിക്കാൻ അദ്ദേഹം മോസ്കോയിലേക്ക് പോയി. അവിടെ വച്ച് അദ്ദേഹത്തെ രാജാവിൻ്റെ രഹസ്യ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. മാതൃരാജ്യത്തേക്ക് മടങ്ങുമ്പോൾ വുംബ്രാൻഡ് മോസ്കോയിൽ നിന്ന് നേരിട്ട് ശമ്പളം ലഭിക്കുന്ന ഒരു പ്രധാന ഏജൻറ്റും കോർഡിനേറ്ററുമായിരുന്നു. മറ്റു റൊമേനിയൻ കമ്മ്യൂണിസ്റ്റുകളെപ്പോലെ അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ശിക്ഷിക്കുകയും വീണ്ടും വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. 1936 അദ്ദേഹം സബീന ഓസ്റ്റിനെ വിവാഹം കഴിച്ചു. അവരുടെ മകൻ മൈക്കൽ 1941 ജനിച്ചു. റൊമേനിയൻ ക്രിസ്ത്യൻ മരപ്പണിക്കാരനായിരുന്ന ക്രിസ്ത്യൻ വൂൾഫ്സിൻ്റെയും ഭാര്യയുടെയും സാക്ഷ്യം കേട്ട് 1938 വുംബ്രാൻഡും ഭാര്യയും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അവർ ജൂത ജനതയ്ക്കിടയിൽ ആംഗ്ലിക്കൻ സഭയുടെ ശുശ്രൂഷ ആരംഭിച്ചു. വുംബ്രാൻഡിനെ ആദ്യം ഒരു ആംഗ്ലിക്കനായും 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു ലുതറൻ പുരോഹിതനുമായി കാണാൻ കഴിയും. 1944 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കുന്നതിനായുള്ള ആദ്യ പടിയായി സോവിയറ്റ് യൂണിയൻ റൊമേനിയ പിടിച്ചടക്കിയപ്പോൾ വുംബ്രാൻഡ് റൊമേനിയയിലെ നാട്ടുകാർക്കും സൈനികർക്കുമായി ലുതറൻ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചു. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് റൊമേനിയയ്ക്ക് നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ ഒരു നയമുണ്ടായിരുന്നു. ഗവൺമെൻറ് പള്ളികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ജനങ്ങൾക്കായി രഹസ്യ സഭകൾ ആരംഭിച്ചു. റുമേനിയയിലെ ഏക ലുതറൻ സെമിനാരിയിൽ പ്രൊഫസറായിരുന്നു വുംബ്രാൻഡ്. ലുതറൻ പുരോഹിതനായിരുന്നെങ്കിലും എല്ലാ ക്രൈസ്തവ സഭകളുമായും അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ക്രൈസ്തവ സഭാ നേതാക്കളുടെ ഒരു യോഗത്തിൽ പള്ളികളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണത്തെ ശക്തമായി എതിർത്തതിലൂടെ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായി മാറി. തുടർന്ന് 1948 ഫെബ്രുവരി 29 ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോകുന്നതിനിടെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജയിൽവാസം വളരെ കടുത്ത പീഡനമായിരുന്നു. 3 വർഷം ഏകാന്ത തടവിൽ കഴിഞ്ഞു. ഭൂമിക്കടിയിൽ 12 അടിയുള്ള ഒരു സെല്ലിലായിരുന്നു ഈ തടവ്. ലൈറ്റുകളോ ജനാലകളോ ഇല്ലായിരുന്നു. പകൽ ഉറങ്ങിയും രാത്രിയിൽ ഉണർന്നും എല്ലാ രാത്രിയിലും പ്രസംഗം രചിച്ചും പ്രാർത്ഥിച്ചും
അദ്ദേഹം സുബോധം നിലനിർത്തിയിരുന്നു. അസാധാരണമായ ഓർമ്മശക്തി കാരണം അവയിൽ 350-ലധികം പ്രസംഗങ്ങൾ ഓർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവയിൽ ചിലത് 1969 ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. വിത്ത് ഗോഡ് ഇൻ സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഈ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8.5 വർഷത്തിന് ശേഷം 1956 വുംബ്രാൻഡ് തൻ്റെ ആദ്യ തടവിൽ നിന്ന് മോചിതനായി. രഹസ്യ സഭകളിൽ പ്രസംഗിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ 1959 വീണ്ടും അറസ്റ്റ് ചെയ്തു. 25 വർഷം തടവിന് ശിക്ഷിച്ചു. തടവിൽ കഴിയുമ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ശാരീരിക പീഡനങ്ങളിൽ അംഗഭംഗം വരുത്തൽ, കത്തിക്കൽ, ഒരു വലിയ ശീതീകരിച്ച ഐസ് ബോക്സിൽ പൂട്ടൽ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ശാരീരിക പീഡനത്തിൻ്റെ പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ആദ്യ തടവിൽ കഴിയുമ്പോൾ വുംബ്രാൻഡിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പിന്നീട് ജയിൽ രേഖകളിൽ മറ്റൊരു പേരായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തി. അതിനാൽ ഒരിക്കലും അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. മോചിതനായ സഹതടവുകാരായി വേഷമിട്ട് രഹസ്യ പോലീസ് അംഗങ്ങൾ ഭാര്യ സബീനയെ സന്ദർശിച്ചു. അവർ ഭർത്താവിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി അവകാശപ്പെട്ടെങ്കിലും സബീന അത് വിശ്വസിച്ചില്ല. രണ്ടാമത്തെ തടവിൽ കഴിയുമ്പോൾ ഭാര്യ സബീനയ്ക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. പക്ഷേ സബീന അതും വിശ്വസിച്ചില്ല. പിന്നീട് സബീന തന്നെ 1950 അറസ്റ്റിലായി. ഈ കാലത്ത് സബീന ഒരു പുസ്തകം എഴുതി. ആത്മകഥാപരമായ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ദി പാസ്റ്റേഴ്സ് വൈഫ് എന്നാണ്. അപ്പോഴേക്കും അവരുടെ ഏക മകൻ മിഹായ്, അച്ഛൻ ഒരു രാഷ്ട്രീയ തടവുകാരനായിരുന്നതിനാൽ കോളേജ് തല പഠനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. റൊമേനിയയിൽ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നതിനാൽ അതൊഴിവാക്കാൻ നോർവേയിലേക്ക് കുടിയേറാനുള്ള അനുമതി നേടാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ഒടുവിൽ 1964 വുംബ്രാൻഡിന് പൊതുമാപ്പ് ലഭിച്ചു. വുംബ്രാൻഡിനെ ഇനിയും തടവിലാക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട ജൂതന്മാർക്കുള്ള നോർവീജിയൻ മിഷനും ഹീബ്രു ക്രിസ്ത്യൻ അലയൻസും ചേർന്ന് റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് അധികാരികളുമായി ചർച്ച നടത്തി. $10,000 റൊമേനിയയിൽ നിന്ന് വുംബ്രാൻഡിനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. ജയിൽ മോചിതനായ ശേഷം വുംബ്രാൻഡും ഭാര്യയും നോർവേ, ഇംഗ്ലണ്ട്, തുടർന്ന് അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തു. 1966 മെയ് മാസത്തിൽ അദ്ദേഹം വാഷിംഗ്ടൺ DC-യിൽ US സെനറ്റിൻ്റെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി സബ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി. റുമേനിയയിൽ താൻ അനുഭവിച്ച പീഡനത്തിൻ്റെ പാടുകൾ കാണിക്കാൻ TV ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹം തൻ്റെ ഷർട്ട് അഴിച്ചുമാറ്റി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ക്രൂര പീഡനങ്ങൾ അദ്ദേഹം ലോക ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അണ്ടർഗ്രൗണ്ട് ചർച്ചിൻ്റെ ശബ്ദം എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടു. കാൾ മാർക്സ് ഒരു സാത്താനിസ്റ്റാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. വുംബ്രാൻഡ് കമ്മ്യൂണിസ്റ്റ് ലോകത്തെ ക്രൈസ്തവ പീഡയ്ക്ക് വേണ്ടി രൂപീകരിച്ച വോയിസ് ഓഫ് ദി മർട്ടിയേഴ്സ് എന്ന സംഘടന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികളെ കൂടി സഹായിക്കുന്നതിനായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. 1990 അദ്ദേഹവും ഭാര്യയും 25 വർഷത്തിന് ശേഷം റൊമാനിയയിലേക്ക് മടങ്ങി. ബുക്കാറസ്റ്റിൽ ഒരു പ്രസ്സും പുസ്തകശാലയും തുറന്നു. മുൻ ഏകാധിപതി നിക്കോളെ ചൗഷസ്ക്യുവിൻ്റെ കൊട്ടാരത്തിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ബുക്കാറസ്റ്റിൻ്റെ മേയർ ഒരു ഗോഡൗൺ വുംബ്രാൻഡിന് വാഗ്ദാനം ചെയ്തു. അവിടെ അദ്ദേഹം വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞിരുന്നു. വുംബ്രാൻഡ് ഇംഗ്ലീഷിലും മറ്റു ചില റൊമേനിയൻ ഭാഷകളിലും 18 പുസ്തകങ്ങൾ എഴുതി. ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം 1967 പ്രസിദ്ധീകരിച്ചു. വുംബ്രാൻഡ് അവസാനമായി താമസിച്ചിരുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ പാലോസ് വെർഡോസിലാണ്. 2001 ഫെബ്രുവരി 17 91 വയസ്സുള്ളപ്പോൾ കാലിഫോർണിയയിലെ ടോറൻസിലെ ഒരു ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സബീന 6 മാസം മുമ്പ് 2000 ഓഗസ്റ്റ് 11 ഈ ലോകത്തോട് വിട പറഞ്ഞു.